പേടിക്കണല്ലോ. കാരണം എന്താ അറിയോ, എപ്പിസോഡ് തീരാറായപ്പോ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇവരിത്ര നെഞ്ചു മരിച്ചിരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടീം ജയിച്ചേ, നെൽസന്റെ സോറി ഐശ്വര്യയുടെ ടീം ജയിച്ചേ. അപ്പൊ അതുകൊണ്ട് തന്നെ തോറ്റത് ഒയ്യോ എന്നെ ഇപ്പോ ഇടിക്കോ, എന്നെ പഠിക്കോ? അല്ല, തോപ്പിച്ചൊരു പണിഷ്മെന്റ് കിട്ടും നമുക്ക്. ശരി, ഓക്കെ. അപ്പൊ തോറ്റ ടീം എന്ന് പറയുമ്പോ നോബിച്ചേട്ടന്റെ ടീമാണ്. നവീനൊരു കളിയില്ല. ഓക്കെ. ഓ, ഇവിടെ വിട്ടുകൊടുത്തല്ലോ, അതുകൊണ്ട് ഇവിടെ വിട്ടുകൊടുക്കണമല്ലോ. ക്യാപ്റ്റൻസി മാറിയിരിക്കും. വേറെ അറിയോ, ആ കളിമൺ കലം താഴെ വീണ് പൊട്ടിയപ്പോ നവീൻ എന്റെ തലച്ചോർന്നു. ശരി, അപ്പൊ എന്റെ തലച്ചോർന്നു. അത് കലമാടേ കല. പണിഷ്മെന്റ് ടാസ്കിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ പണിഷ്മെന്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കണത്. ചെറിയ ഇത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് പിന്നീട് വലിയ പണിഷ്മെന്റ് ആക്കാം. അപ്പൊ ഈ ഒരു പണിഷ്മെന്റ് എന്താന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പ്രോപ്പർട്ടി വരട്ടെ പ്ലീസ്. പ്രോപ്പർട്ടി വരട്ടെ എന്ന് പറഞ്ഞത് ഇങ്ങനെ കണ്ണടച്ചപ്പോഴേക്കും പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇതാണ് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പതുക്കെ പിച്ച വെക്കുകയുള്ളൂ. ടാസ്കുകൾ കഠിനമാവ വരും എപ്പിസോഡുകളിലാണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ. ഇത്രേ ഉള്ളൂ. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഇവർ ചെയ്യേണ്ട ഒരു പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ഓരോ എന്തോ അയ്യോ മോളെ എന്ത് വിചാരിച്ചത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞത് പറഞ്ഞു എന്ന് വിചാരിച്ചാ നവീചേട്ടൻ മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓക്കെ. അപ്പോ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ജസ്റ്റ് ഇത് എടുക്കുക, പഞ്ഞിക്കെട്ട് പോലെയാണ്, സിമ്പിൾ ആയിട്ട് പോരും. അപ്പോ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഞാനിനി മേലിൽ തോൽക്കില്ലേ എന്ന് 3 തവണ പറയണം. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോ നമ്മുടെ നവീൻ ചേട്ടൻ മാത്രം ഈ ടാസ്ക് ചെയ്താൽ മതി എന്ന് കുട്ടി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയാം, കുട്ടിയുടെ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വസിച്ച കുട്ടിയെ നമുക്ക് വെൽക്കം ചെയ്യാം. മാൻവിക്കുട്ടി വാ. ഞാൻ ചിരിച്ചെങ്കിലും എന്റെ മനസ്സിലെന്താണെന്നറിയോ, പഴുത്തല വീഴുമ്പോ പച്ചില ചിരിക്കും. വെയിറ്റ് ലിഫ്റ്റിംഗ് തുടങ്ങട്ടെ. ഒന്ന് തട്ടിയൊക്കെ, ഡാൻസിനൊക്കെ നമ്മൾ തട്ടി കുമ്പിടില്ലേ, അതുപോലെ തട്ടിയൊക്കെ കുമ്പിട്ട് ഒന്ന് വണങ്ങി. അപശബ്ദങ്ങളൊന്നും കേൾക്കരുത്.
ദയവ് ചെയ്ത് ഒറ്റക്കൈ കൊണ്ട് എടുക്കല്ലേ. കെവിൻ ഒറ്റ കൈ മതി, ഒറ്റ കൈ മതി, ഒറ്റ വിരലല്ല, ഒറ്റ കൈ. ആ ആ ആ ഞാനിനി തോൽക്കില്ല, തോൽക്കില്ല, തോൽക്കില്ല. പറ്റുമോ? കാല് വെച്ചിട്ട് ഡേറ്റ് പറ്റുമോ? നോബി ചേട്ടാ വാ. അവന്റെ ഒരു കൈ ഞാനാണ് എടുത്തത്. ആഹാ, അവിടെ ഇരുന്നോണ്ട് അല്ലേ മനസ്സുകൊണ്ട്. ഒരു ബക്കറ്റ് ഇട്ടു. ഈ കുട്ടിക്ക് ഇത് പോരെ? ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ ആ ദേ എമിഗ്രേഷൻ സീൻ ആക്കരുത്. വൗ ആ എന്നെ ഇനി തോൽപ്പിക്കൂലെന്ന് പറ. എന്റെ ടീമിനെ ഇനി തോൽപ്പിക്കൂലെന്ന് പറ. എന്റെ ടീമിനെ ഇനി തോൽപ്പിക്കൂലെന്ന് പറ. എടാ പറയടാ, എന്റെ ടീമിനെ ഇനി നിങ്ങൾ തോൽപ്പിക്കല്ലേ. എന്റെ ടീമിനെ ഇനി നിങ്ങൾ തോൽപ്പിക്കല്ലേ. എന്റെ ടീമിനെ ഇനി തോൽപ്പിക്കല്ലേ. എനിക്കിനി ഈ ടീമിനെ തരല്ലേ. ഈ ടീമിനെ എനിക്കിനി തരല്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ.